അപ്പൊ നിന്റെ പ്രശ്നം എന്താ? ഞാൻ അവനോട് ഒരു സിനിമയ്ക്ക് പോയതാണോ? അത് തന്നെയാണ് പ്രശ്നം. നീ എന്തിനാ അവന്റെ പോകുന്നത്? എടാ, അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. ഈ ബെസ്റ്റ് ഫ്രണ്ട് ഓക്കെ, അത് അതിന്റെ നിലക്ക് നിർത്തണം. പക്ഷെ ഇത് അതിരിടുന്നു. നീ എന്താടാ ഈ പറയുന്നത്? ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്നത് ഷോപ്പിങ്ങിന് പോകുന്നത് വെച്ചാണോ ഈ ബന്ധം അതിരടക്കുന്നത്? നീ ഇങ്ങനെ ടോക്സിക് ആവല്ലേ? ആദ്യമേ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട പരസ്പര വിശ്വാസം, അല്ലാതെ ഇമാതിരി. അതേടി, ഞാൻ ടോക്സിക്കാ. ഒരു മനുഷ്യൻ ടോക്സിക്കാന്ന് എപ്പോഴെന്നറിയോ? ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ. എടാ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അവൻ റിലേഷൻ ഉണ്ട്. എന്തുകൊണ്ട് ഈ സിനിമയ്ക്കും ഷോപ്പിങ്ങിനും കറങ്ങാനും അവന്റെ പെണ്ണിനെ കൊണ്ടുപോകാൻ നിന്നെ കൊണ്ടുപോകും? എടാ, അത് അങ്ങനെയല്ല. നീ ഒരു വട്ടമെങ്കിലും അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കി നിന്റെ അടുത്ത് വന്ന് പറയുന്ന കാര്യമാണ് നിനക്ക് ഞാൻ ടോക്സിക്. എടാ, പക്ഷെ ഇന്ന് വരെ അവന്റെ ഭാഗത്തുനിന്ന് ഒരു മോശം ബിഹേവിയർ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാവും മോശമാവുന്നേ? എടി, ആരിൽ നിന്നും അത്ര പെട്ടെന്ന് മോശം ബിഹേവ് ഉണ്ടാവില്ല. അവനെ എനിക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റണമെന്ന് നിന്റെ അടുത്ത് ഒന്ന് പറയുന്നത്. ഒരാണിനെ മറ്റൊരാണിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാ വിളിക്കുന്ന അവനായിരിക്കും. സ്പീക്കർ ഇട്. ഹലോ, പറയടാ. എടി, നീ ഫ്രീ ആണോ? ആടാ, ഫ്രീയാ. എന്താടാ? എന്നാ നമുക്കൊന്ന് ട്രിവാൻഡ്രം വരെ പോയാലോ? എന്തിനാടാ? അല്ല, ചുമ്മാ ഒന്ന് കറങ്ങിട്ടൊക്കെ വരാം. എടാ, ഞാനില്ല, ഞാൻ അവന്റെ കൂടെയാ. നീ നിന്റെ പെണ്ണിനെയും കൊണ്ട് പോടാ. ഏയ്, അവളെ കൊണ്ടുപോയാൽ ശരിയാവില്ല. ഓക്കെ ഡി, ശരി എന്നാ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ലേ? എടാ, അത് വീട്. സോറി. ഏയ്, എന്തിന്? ഇതെല്ലാം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഞാൻ ചിന്തിച്ചു എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് നമ്മൾ ടോക്സിക് ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ടോക്സിക് ആണല്ലോ. നീ ഇങ്ങോട്ട് നോക്കി നമുക്ക് ചിന്തിക്കാം. ഇതൊക്കെ എന്ത് മഴ അല്ലേ? ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റില്ല. നാളെ ഇന്നൊന്ന് കടലിൽ കൊണ്ടുപോകാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ലെങ്കിലും എനിക്കതൊന്ന് ആസ്വദിക്കാൻ പറ്റുമല്ലോ. എന്താ നീ ഒന്നും മിണ്ടാത്തെ? നീ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ ആളല്ലേ? നിന്റെ ഒപ്പാണെങ്കിൽ ഞാൻ എവിടേക്കും വരാം. എനിക്കുള്ളത് നീ മാത്രമാണ്. എനിക്ക് പോകാൻ മറ്റാരുമില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നീ ഇതുവരെ മറുപടി പറഞ്ഞു. മറുപടി പറയാൻ സമയമാവട്ടെ, അപ്പൊ പറയാം. 2 വർഷമായിട്ട് നിന്റെ പിറകെ കിടക്കുന്നു. എന്നിട്ട് നീ പ്രതീക്ഷ അല്ലാതെ ഒന്നും പറയുന്നില്ല. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പൊക്കോളാം. എന്നോട് പ്രതീക്ഷിക്കാൻ ഞാൻ പറഞ്ഞു. എന്റെ പിന്നാലെ നടക്കാനും ഞാൻ പറഞ്ഞില്ലല്ലോ. അത് പിന്നെ 2 വർഷമായിട്ട് ഒരാൾ പിറകെ കിടക്കുമ്പോ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലെങ്കിൽ ആരാലും പ്രതീക്ഷിക്കില്ല. ഞാൻ പോകുന്നു. അതെ, ഇനി എന്റെ പിന്നാലെ നടന്ന് ടൈം വേസ്റ്റ് ചെയ്യുന്നു. വീട്ടുകാരെയും കൂട്ടി വീട്ടിൽ നിന്ന് എനിക്ക് ഓക്കെ.